നമ്മുടെ എല്ലാവരുടെയും നേതൃത്വമായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ് മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ജനാസ നിസ്കാരത്തിന് ഉസ്താദ് അവറുകൾ വന്നിരുന്നില്ല. ഉസ്താദിന്റെ ഫേസ്ബുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഉസ്താദിന്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഡൽഹിയിലുള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, നല്ല തണുപ്പുള്ള നാട്ടിൽ ഈ പ്രായത്തിൽ എന്തിനാണ് ഉസ്താദ് പോകുന്നത്? ഉമ്മത്തെ നമുക്ക് കാവലാകാനാണ്, അനുയായികളെ നമ്മുടെ ഇസ്സത്തിന് വേണ്ടിയാണ്. ഏത് മനുഷ്യന് എനിക്ക് സുഖമില്ല, ഞാൻ പറയട്ടെ, ഈ വാള് ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ സുഖമില്ലാത്ത ആളുണ്ടാകും, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തവനുണ്ടാകും. അവര് പറയും, ഞാൻ ഇന്നലെ വന്നിട്ട് ഭയങ്കര തലവേദന കൊണ്ട് ആ പരിപാടിക്ക് വരാതിരുന്നത്. ഒരു മീറ്റിംഗ് വിളിച്ചാൽ, ഒരു SYSന്റെ മീറ്റിംഗിന്, SSFന്റെ മീറ്റിംഗിന് വിളിച്ചാൽ എന്റെ കാലിന് ചെറിയൊരു വേദന ഒന്നുണ്ടാ ഞാൻ വരാതിരുന്നത്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിന് മുമ്പത്തെ റബീഉൽ അവ്വലിൽ സാധുവായ ഞാൻ 10 ദിവസത്തെ ICFന്റെ പ്രഭാഷണത്തിന് വേണ്ടി അബൂദാബിയിലായിരുന്നു. അതിന്റെ സമാപന ദിവസമാണ് സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉന്നതരായ സമസ്തയുടെ നേതാക്കളുടെ പ്രസ്താവന വന്നത്. നമ്മളെ ജീവിതത്തിൽ കേട്ട് പരിചയമുള്ളത്, നമുക്ക് വേണ്ടി ഉസ്താദ് ദ്വാരുന്നതാണ് നമുക്ക് പരിചയം ഉണ്ടായത്. ശൈഖുന നമുക്ക് വേണ്ടി ദ്വാരുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഉസ്താദ് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കൽബ് കൊണ്ട് തകർന്നു പോയി. സുബ്ഹാനല്ലാഹ്, 11 ദിവസം നല്ല റാഹത്തിൽ വഹദ് പറഞ്ഞു. 12ാമത്തെ ദിവസത്തിന്റെ സമാപനമാണ് സുഡാനി സെന്ററിൽ അബൂദാബിയിൽ. 5000-ഓളം ആള് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ്, അവർ പ്രതീക്ഷയോടുള്ളവരെ പരിപാടി. ആ പരിപാടിക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സംഗതി വാർത്ത കേൾക്കുന്നത്. അതോടെ പിന്നെ കൽബ് തകർന്നു പോയ സംസാരമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ മദ്ഹുർ റസൂൽ വഹദ് പറയുമ്പോൾ വാക്കുകൾ കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടില്ല. ഉസ്താദ് അവരുടെ കൽബ് ഇങ്ങനെ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, വാദല്ലെന്തല്ലുവായി മൊത്തത്തിൽ സംഘാടകർക്ക് മുഴുവനും ക്ഷീണവും പ്രയാസവും സങ്കടവുമാണ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും, എല്ലാ കുടുംബ ഗ്രൂപ്പുകളിലും ഉസ്താദ് അവർക്ക് വേണ്ടി ഖത്മ നേർച്ചയാക്കാണ്, നോമ്പ് നേർച്ചയാക്കാണ്. 4444 സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ബുർദകൾ ചൊല്ലുന്നു. അങ്ങനെ മുഅ്മിനീങ്ങളെല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിനോട് കാണുകയാണ്, കരഞ്ഞു പറഞ്ഞു, അല്ലാഹ്, ഞങ്ങൾ ആദരണീയരായ ഉസ്താദ് ക്ഷീണം വന്ന് കടന്നുപോയത് ഈ ഉമ്മത്തിന് കാവലിരുന്നത് കൊണ്ടാണ്. അല്ലാഹ്, പട്ടാളക്കാര്, മിലിറ്ററിക്കാര് രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്കെതിരെ കാവലിരിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാരുടെയും വിദഅത്തുകാരുടെയും ഫാസിസ്റ്റുകളുടെയും എല്ലാം ആശയപരവും അല്ലാത്തതുമായ ആക്രമണങ്ങൾക്ക് ഈ ഉമ്മത്ത് വിധേയപ്പെട്ടു പോകാതിരിക്കാൻ എത്രയോ പകലന്തിയോളം ജീവിതത്തിന്റെ ഏകദേശ ഭാഗങ്ങളിലും കാവലിരിക്കുകയായിരുന്നു ആദരണീയരായ സുൽത്താനുൽ ഉലമാ. സത്യവും അസത്യവും, തന്റെ ദീനിന്റെ കാര്യം, നന്മയുള്ള കാര്യം, തന്റെ പരിശുദ്ധമായ ദീനിന്റെ ആശയത്തിന്റെ കാര്യം, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അത് നമ്മോട് ചാഞ്ഞു നിൽക്കുന്നവരോ അല്ലാത്തവരോ, ഭരിക്കുന്നവരോ ഭരിക്കാത്തവരോ, ആര് പറഞ്ഞാലും ഉസ്താദ് അവരുടെ ശബ്ദമുയരും. സുബ്ഹാനല്ലാഹ്, ആ ശബ്ദത്തിന് അപ്പോൾ ഒരു ഇടർച്ച നമ്മൾ കേൾക്കാറില്ല. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ രാത്രികൾ, എത്രയോ ദിവസങ്ങൾ ബോധമില്ലാതെ ഉസ്താദ് അവர்கள் കടന്നപ്പോൾ ഈ ഉമ്മത്ത് അല്ലാഹുവിനോട് ഒന്നിച്ച് കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ഒരല്പം ആഫിയത്തിൽ അല്ലാഹു തആല ഉസ്താദ് അവരുടെ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മൾ എന്താ കരുതിയത്? ഉസ്താദ് അവരുടെ ഇനി നമ്മളെ പള്ളിക്ക് ഉദ്ഘാടനത്തിന് ഉസ്താദിനെ കൊണ്ടുവരൂല, നമ്മളെ മദ്രസക്കോ നമ്മളെ സമ്മേളനത്തിന് കർണാടകയിൽ ഉസ്താദിനെ വിളിക്കണ്ട, കാസർഗോഡുകാർ തീരുമാനിച്ചു കാസർഗോട്ടേക്ക് ഉസ്താദിനെ വിളിക്കണ്ട, കണ്ണൂരുകാർ വിചാരിച്ചു ഇനി കണ്ണൂരിലേക്ക് ഉസ്താദിനെ വിളിക്കണ്ട. ഉസ്താദ് മർക്കസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്, ഉസ്താദ് ആഫിയത്തോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. ഉസ്താദിനെ വിളിക്കൂല. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വിട്ടു. ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാണ്, എങ്ങനെയുണ്ട് പ്രവർത്തനം. ഉസ്താദ് അവர்கள் എല്ലാ സ്ഥലത്തും മുന്നേ ഉള്ളതിനേക്കാൾ റാഹത്തിൽ സഞ്ചരിക്കാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മഹല്ലത്ത്
സംഘത്തിലുള്ള നമ്മുടെ യൂണിറ്റിലുള്ള SSFന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല. SOSന്റെ സർക്കിളിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് നേരമില്ല. സോണിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല, നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. ലോകം മുഴുവനും കറങ്ങി നടക്കാ. ശൈഖുനാക്ക് അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു മടിയും ഉസ്താദ് കാണിക്കുന്നില്ല. മക്കളും പേരമക്കളും അവരുടെ മക്കളുമായി ഒരു ഉപ്പാപ്പ നല്ല റാഹത്തിൽ വീട്ടിൽ താമസിക്കേണ്ട സമയമാണ്. പക്ഷെ ഉസ്താദ് അവർകൾ ലോകം മുഴുവനും സഞ്ചരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ മഹാനായ ഉസ്താദ് അവരുടെ പിന്നിൽ, മഹാന്മാരായ നമ്മുടെ ഉലമായിന്റെ പിന്നിൽ, താജുൽ ഉലമ കാണിച്ചു തന്ന മാർഗത്തിൽ അൽഹംദുലില്ലാഹ് അവരാരും അവരെ വിദ്വേഷം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പ്രസംഗിക്കുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ രഹസ്യമായോ പരസ്യമായോ വേറെ ഒരാളെ അയവാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. വേറൊരാളുടെ പ്രവർത്തന മേഖല നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പോകുന്നത് ഖൈറായ വഴിയിലാണ്. ഇനി ആരെങ്കിലും നമ്മളോട് എതിർത്ത് വരികയാണെങ്കിൽ ഓനെയും കൂടി നന്നാക്കുന്ന പ്രവർത്തനമാണ്. പ്രതിപക്ഷത്തൊരാളെ നിർത്തേണ്ടതില്ല. കാരണം മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകുന്നത് തങ്ങളെ മനസ്സിന് സമ്മതമാകും.